നമ്മളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരിയിലെ ഓറോവില്ലെ ഇൻ്റർനാഷണൽ വില്ലേജിലാണുള്ളത്. അപ്പോൾ നമ്മൾ മഹാബലിപുരത്തേക്കുള്ള യാത്രയിലാണ്. ഒരു ദിവസം ഇവിടെ വഴിയിൽ ഇന്നിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോണ്ടിച്ചേരിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയാണ് യാത്ര തുടങ്ങുന്നത്. പാലക്കാട് വഴി തിരുപ്പൂരുള്ള ശ്രീനിവാസ ഹോട്ടലിലാണ് ഇന്നലെ താമസിച്ചത്. ഈ യാത്ര മഹാബലിപുരത്തേക്കാണ്. ആദ്യത്തെ ദിവസം നമ്മൾ പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യാനാണ് തീരുമാനിച്ചത്. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് CNG വണ്ടിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റി. നമ്മൾ ആദ്യം ഓറോവില്ലേക്കാണ് പോകുന്നത്. ഓറോവില്ല് ഒരു പോണ്ടിച്ചേരിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ മാറിയിട്ടാണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന, ജാതി മത വർണ്ണ ഭേദമില്ലാതെ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ഒരു കൺസെപ്റ്റാണ് അവിടെ. ഫുഡ് സ്പോട്ടുകൾ കുറേ ഉണ്ട്. കൊറിയൻ, ജാപ്പാനീസ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലെ ഫുഡുകളും കിട്ടും. നല്ല എക്സ്പെൻസീവാണ്. പക്ഷെ അതൊക്കെ ഒരു പോയി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് നടക്കാനുണ്ട്, പക്ഷേ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതിനകത്ത്. നമുക്കത് വെറുത്താവും പോയി കഴിഞ്ഞാൽ. ഇതാണ് മാത്രി മന്ദിർ. യോഗ, ആത്മീയ ധ്യാനം തുടങ്ങിയ ആ ഒരു കൺസെപ്റ്റിലുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ. പോണ്ടിച്ചേരി ടൗണാണ്. ഇന്ത്യാസ് ലിറ്റിൽ ഫ്രാൻസ് എന്നാണ് പോണ്ടിച്ചേരി അറിയപ്പെടുന്നത്. കാരണം ഫ്രഞ്ചുകാർ അത്രയും വർഷക്കാലം ഇവിടെ ഭരിച്ചതാണ്. ഇപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും 138ഓളം വർഷം ഇത് ഫ്രഞ്ചുകാരെ ഭരിച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ ഒരു ഫ്രഞ്ച് കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ഭാഗം, കൾച്ചർ എല്ലാം അവിടുത്തെ ബിൽഡിങ്ങിലും എല്ലാം കാണാൻ പറ്റും. ഇത് പോലീസുകാരെ യൂണിഫോമൊക്കെ നോക്കി. കൊട്ടാരം പോലെയുള്ള കൺസെപ്റ്റുകളാണ് ഇതൊക്കെ. റെസ്റ്റോ ബാറുകളായിരിക്കും. റിയൂ എന്ന് എല്ലായിടത്തും എഴുതി വെച്ച് കാണാം. റിയൂ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചിൽ റോഡ് എന്നാണ് അർത്ഥം. പോണ്ടിച്ചേരിയിൽ വേറെ അട്രാക്ഷനാണ് ഈ മാംഗ്രൂവ് ഫോറസ്റ്റിലൂടെയുള്ള ബോട്ടിങ്. ഒരു കാലുള്ള ഞണ്ടാണത്. ക്രാഫ്റ്റ് ബസാറാണ്. ഷോപ്പിംഗ് ആണ് മെയിൻ. വ്യത്യസ്ത തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പോണ്ടിച്ചേരിയിൽ. ബീച്ചുകളുണ്ട്, ലേക്കുകളുണ്ട്, ഗാർഡൻസ് ഉണ്ട്. അതുപോലെ കുറേ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഐറ്റിനറീസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ. പോണ്ടിച്ചേരിയിൽ ബീച്ച് ഒരു മെയിൻ ഐറ്റിനറിയാണ്. ബീച്ചിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട്. ശിവ ടെമ്പിളാണിത്. ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കൂടിയാണത്. ബീച്ചിനടുത്ത് തന്നെ ബോട്ടിംഗ് സെൻറ്ററിൽ ബോട്ടിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് തുടക്കം. ഒരു ഐലൻഡിലെത്തി. ഏതോ ഒരു വലിയ കോട്ടയോ എന്തോ ആണ്, അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. കൃത്യമായിട്ട് അറിയില്ല ഇത് എന്താണെന്നുള്ളത്. എന്തായാലും കണ്ടൽ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത് ബോട്ടിൽ. ഇതൊരു ഐലൻഡ് തന്നെയാണ്. ഈ ഐലൻഡിൽ കുറേ ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് ബീച്ചിലേക്ക് തന്നെ പോയി. ബീച്ചിൽ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ നിന്ന് ഞങ്ങൾ മഹാബലിപുരത്തേക്കുള്ള ഡ്രൈവായിരുന്നു. അടിപൊളി റൂട്ടാണ് അത്. സൂപ്പർ റൂട്ടാണ്. ആ റൂട്ടിൽ കുറേ ഉപ്പ് പാടങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. അത് കാണിച്ചു തരാം. ഇത് ആഴം കുറഞ്ഞ ലേക്കാണ്. ഇതിങ്ങനെ ഓരോ കണ്ട പീസാക്കിയിട്ട് മുറിച്ച് വെച്ചേക്കാണ്. ഇനി ഇത് സൂര്യപ്രകാശത്താൽ ഇവാപ്പറേറ്റ് ചെയ്ത് ഉപ്പുണ്ടാവും. കാണിച്ചു തരാം ഉപ്പിൻ്റെ സ്ഥലം. ഇത് കണ്ടോ ഉപ്പ്. ഇവിടെ കുറേശ്ശൊക്കെ ഉണ്ട്. സാൾട്ട് ഉണ്ടാക്കുന്ന സ്ഥലമാണ് സാൾട്ട് ലേക്ക്. ഇത് ഉപ്പ് വാരിയിട്ടിട്ടുണ്ട് ഇവിടെ. നാച്ചുറലായിട്ട് തന്നെയാണ് ഈ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോയതിന് ശേഷം ഉപ്പായി മാറുന്നത്. സോ പോണ്ടിച്ചേരി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.